കുറച്ച് പഴയതാന്നേ. ഹൊയ് ഹൊയ് ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ദേ കാൾ ഹിം OG റിവ്യൂലോട്ടാണേ. ഈ ഒരു പടം കണ്ടിട്ട് എനിക്ക് ടോട്ടലി തോന്നിയെന്ന് പറഞ്ഞാൽ, ഇതുപോലത്തെ പടം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ KGF നിന്നാണ്. KGF നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഇതുപോലത്തെ പടങ്ങൾ വന്നിട്ടുള്ളത്. എനിക്ക് ഇത് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ KGF വകയിലെ ഒരു കൈക്കുഞ്ഞ് എന്നാണ് ഈ കൈക്കുഞ്ഞ്. അതാണ് ഈ OG ദേ കാൾ ഹിം OG എന്ന് പറഞ്ഞ ഒരു പടം ടോട്ടലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കുറേ വെപ്പൺസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒന്ന് ഇത്, രണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മെയിൻ സാധനമാണ്. നാലെന്ന് പറഞ്ഞാൽ എല്ലാവരും വാച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്, കൈ കെട്ടാനില്ല. പുള്ളി ഇതാണ് കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ നാലാമത്തേന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന വെപ്പൺസ്. പിന്നെ ടോട്ടലി റിവ്യൂ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ആക്ടർ പവൻ കല്യാൺ, കല്യാണിൻ്റെ ഒരു എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തിട്ട് റിവ്യൂലോട്ട് പോകാം. പവൻ കല്യാൺ, ഇയാളുടെ പേര് ആണെന്ന് അറിയാത്ത സമയം ഉണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇയാളുടെ ഡബ് ചെയ്ത് കൈരളി TVക്കകത്തൊക്കെ വരുമായിരുന്നു. അന്നേരം എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാട്, ഇയാളുടെ പേര് എനിക്ക് അറിയത്തില്ല. അന്നേരം ഇയാളുടെ ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇയാളുടെ ആറ്റിറ്റ്യൂഡും എല്ലാം സിനിമയ്ക്കകത്ത് തന്നെ ഉള്ള ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കഞ്ചാവ് ലുക്കാണ്. അറിയാം, ഒരു കഞ്ചാവ് അടിച്ചിട്ട് അഭിനയിക്കുന്ന ലുക്ക ഉള്ള രീതിയിലാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് മൊത്തം പുള്ളി കാണിച്ചു വെക്കുന്നത്. ഇയാൾ മാത്രമല്ല, വേറൊരു പുള്ളിക്കാരനുണ്ട്, രവി തേജ. പുള്ളിയും കഞ്ചാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ പേര് അറിയുന്നതിന് മുമ്പ് കറക്റ്റ് കഞ്ചാവ്. പിന്നെ കുറേ നിങ്ങൾക്കറിയായിരിക്കും, ഈ തെലുങ്ക് ഇൻഡസ്ട്രി, ടോളിവുഡ് ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ളവർ കൂടുതൽ കല ഇഷ്ടപ്പെടുന്നവരല്ല. ഈ തന്തന്മാരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് വെച്ച് വരുന്നവരാണ്. അതിനകത്തുള്ള ഏതൊരു വേട്ടാവളിയന്മാരൊക്കെ കുറേ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഏതാ ഈ നിതിനോ അങ്ങനെ കണ്ടു പറയുന്ന കുറേ വേട്ടാവളിയന്മാരൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗുണമില്ല, ആർക്കും ഒരു ഗുണമില്ല. തന്തന്മാരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്ന കുറച്ചെണ്ണമാണ് ഇത്. അപ്പം അത് പോട്ടെ. ഇപ്പം വന്നതെന്ന് പറഞ്ഞാൽ പവൻ കല്യാൺ ഇയാളാണെങ്കിൽ ഇപ്പം ഉപമുഖ്യമന്ത്രിയാണ്. അതായത് ആന്ധ്രാപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അപ്പം ചന്ദ്രബാബു നായിഡു, തെലുങ്ക് ദേശം പാർട്ടിയുടെ ഇയാൾ തെലുങ്ക് ദേശം പാർട്ടിയല്ല, എന്ന് വെച്ചാൽ ക്രോസ് ചെയ്താണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഉപമുഖ്യമന്ത്രിയാണല്ലോ, കണ്ണും കാണാൻ വയ്യ. അപ്പോൾ ഉപമുഖ്യമന്ത്രി ആയതുകൊണ്ട് കുറച്ച് അവിടുത്തെ കുറച്ച് പാർട്ടിക്കാരെ വെച്ച് സിനിമ കാണണമല്ലോ കുറച്ച്. അതിനുവേണ്ടി ഇയാളുടെ കുറച്ച് കോപ്രായങ്ങളാണ് ഈ ഒരു OGക്കകത്തൂടെ കാണിച്ചു വെച്ചേക്കുന്നത്. ജപ്പാനിലോട്ട് വെച്ചാണ് പടം തുടങ്ങുന്നത് 1940 തൊട്ട്. അങ്ങനെ 40 തുടങ്ങി 1970 ആവുന്നത്. ജപ്പാൻ എന്ന് പറയുമ്പോൾ അവിടെ കുംഫുവിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കുംഫുവിൻ്റെ കാര്യങ്ങൾ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ 1970 ആയി. അപ്പോൾ 70 ആയി കഴിഞ്ഞപ്പം ഇയാൾക്ക് കുറച്ച് അവിടുത്തെ മാസ്റ്റർ യക്കുസി, അപ്പോൾ അങ്ങനെ അയാൾക്ക് ഒരു ശിഷ്യം വരുന്നുണ്ട്. അതാണ് ഇതിനകത്തെ ഗംഭീര. ഇയാളുടെ പേരാണ് ഗംഭീര. പവൻ കല്യാൺ അപ്പോൾ ഇയാളുടെ പേരാണ് ഗംഭീര. അങ്ങനെ ഇയാൾ നല്ലൊരു മാസ്റ്റർ ആവുന്നുണ്ട്. അത് ഇവിടുന്ന് ഓടിപ്പോയി അങ്ങനെ ഇയാൾ വലിയ കുംഫു മാസ്റ്ററൊക്കെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പടം പിന്നെ മാറുന്നുണ്ട്. 93 കഥ മാറുന്നുണ്ട്. അവിടെ വെച്ചാണ് കഥ തുടങ്ങുന്നത്. കഥ തുടങ്ങുമ്പം എല്ലാവരും പറയുന്നത് കേട്ട് ഇയാൾക്ക് നല്ല ഓറവും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഈ പവൻ കല്യാണത്തിന് കല്യാൺ കുന്തമാണുള്ളത്. ഞാൻ പറയാം, എനിക്ക് ഇതിനകത്ത് ഡയറക്ഷൻ തൊട്ട് ഒരു കുന്തവും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആകെ എനിക്ക് ഇതിനകത്ത് പിടിച്ച് നിർത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തമൻ്റെ മ്യൂസിക്കാണ്. തമൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുള്ളിക്കാരൻ്റെ റോള് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. തമൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ പുള്ളി കിടിലായിട്ട് ചെയ്ത് കൊടുക്കും. അതായത് ക്ലാസിക്കൽ നൃത്തം പോലത്തെ ഉള്ള ഒരു സോങ് കാണുമല്ലോ, അത് പുള്ളിക്കാരൻ്റെ കയ്യിൽ കിടിലായിട്ട് എനിക്ക് പുള്ളിക്കാരൻ്റെ പോസിറ്റീവായിട്ട് തോന്നിയതും അതുപോലത്തെ സോങ്ങുകളും തീം സോങ്ങുകളും പുള്ളി നല്ലോണം ചെയ്ത് കൊടുക്കും. ഇതിനകത്തും അങ്ങനെ കുറച്ച് സോങ്ങുകളുണ്ട്. പിന്നെ തീം മ്യൂസിക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ലിയോയ്ക്കകത്ത് സാൻഡിക്ക് കൊടുത്ത ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതിനകത്ത് വേറെ ഏതാണ്ട് പുള്ളിയുടെ ഭാഗം കൂടെ ചേർത്ത് കയറ്റിയ ഒരു തീം സോങ് പോലെയാണ് എനിക്ക് ഇത് തോന്നിയത്. ഈ പടത്തിൻ്റെ ഡയറക്ടർ റൈറ്റർ സുജിത്ത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പടം ഇവർ എടുത്ത് പഠിച്ചതിൻ്റെ കൂട്ടാണ്. നേരത്തെ ചെയ്തത് ഒരു സാഹോ എന്ന് പറഞ്ഞൊരു പടമാണ്. അതായത് സാഹോ ബാഹുബലിക്ക് ശേഷം പ്രഭാസിനെ കൊണ്ടുവന്ന് കൊളാക്കി കൊടുത്ത പടമാണ് സാഹോ. അതിന് ശേഷം വന്ന പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സാഹോ കണ്ടതാണ്. അത് ഒരു മലർവാണം പടമാണ്. അപ്പം അതിനുശേഷം ഇതാണെങ്കിൽ ഇത് വേറൊരു മലർവാണം പടം. എന്നുവെച്ചാൽ ഇതിനകത്ത് ഈ ഒരു പടം കാണണമെങ്കിൽ തലച്ചോറ് എടുത്ത് അഴിച്ച് വീട്ടിലോ ഫ്രിഡ്ജിലോ എല്ലാം അലമാരിക്കകത്തോ എല്ലാം പൂട്ടി വെച്ചിട്ട് പോയി കണ്ടാലും
ഇതൊരു വാണപ്പടമായിട്ട് തോന്നും. അതാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ ജപ്പാനിൽ പോകുന്നുണ്ട്, ജപ്പാനിൽ നിന്ന് ഈ ആയോധന കലകളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഇയാളുടെ ഇയാൾ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്, ഇന്ത്യയിൽ വരുന്ന മുംബൈയിൽ വരുന്നുണ്ട്. മുംബൈ ഗുണ്ടകൾ നിറഞ്ഞ ഒരു സ്ഥലം, പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ അവിടെ വെച്ച് ഇയാൾ നേരെയാക്കുന്ന എല്ലാവരെയും ഇയാളുടെ ഒരു പ്രകാശ് രാജ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു വളർത്തച്ഛനായിട്ടാണ് പ്രകാശ് രാജ് പോയേക്കുന്നത്. പിന്നെ അർജുൻ ദാസ് ഉണ്ട്. അർജുൻ ദാസിൻ്റെ ഒക്കെ ഫ്ലാഷ് ബാക്ക് കൊണ്ടേ ഇതിലും കോമഡി ഫ്ലാഷ് ബാക്കൊക്കെ തന്നെ. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ആക്ട്രസ് ആയിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ മാളവിക മോഹനാണ്. ഞാൻ പറയല്ലോ, ഈ കിളവൻ്റെ, അതായത് ഈ പവൻ കല്യാൺ എന്ന് പറയുന്ന ഈ കിളവൻ്റെ പേരായിട്ട് വന്നേക്കുന്നതാണ് 28-26 വയസ്സുള്ള മാളവിക മോഹനെ ഞാനൊരു മെച്യൂർ ആക്ട്രസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് പുള്ളിക്കാരിക്ക് ഒന്നും ചെയ്യാനുമില്ല. എന്നുവെച്ചാൽ വൈഫായിട്ട് കല്യാണം കഴിച്ച വൈഫ് ഒരു കൊച്ചുമായിട്ടാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. എനിക്കൊരു സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. കണ്ണും കാണാൻ വയ്യ. അങ്ങനെ അവരുടെ റോള് അങ്ങനെ വരണം. പിന്നെ വേറെ എന്തോ ശ്രേയാൻ റെഡ്ഡി എന്ന് കണ്ടു പറയുന്ന ഒരു ആക്ട്രസ് KGF-നകത്തും സലാറിനകത്തൊക്കെ ഉണ്ട്. ഒരു വെറുപ്പീര് തള്ള ഇതിനകത്തും അവരുണ്ട്. പിന്നെ ഇതിനകത്ത് പിന്നെ പവൻ കല്യാണിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട്, പവൻ കല്യാണിൻ്റെ ഇൻട്രോയ്ക്ക് ഭയങ്കര ഓർമ്മയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടൊന്നുമില്ല. പുള്ളിയുടെ ഇൻട്രോ എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ സീനിൽ കൂടെയാണ് ഇയാളെ കാണിക്കുന്നത്. ഇയാൾ കണ്ട് ഇതുപോലെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ട് കൈയും എന്നിട്ട് ആക്ഷൻ ചെയ്യുമ്പോൾ ഇത് A സർട്ടിഫിക്കറ്റ് പടമാണേ. A സർട്ടിഫിക്കറ്റ് പടം എന്ന് പറഞ്ഞാൽ മുറിക്കുന്നതൊക്കെ പച്ചയ്ക്ക് കാണിക്കണം. അപ്പോൾ ഇയാൾ കൊണ്ടുവന്ന് ആദ്യത്തെ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റിനകത്ത് അറിയാം ഡയറക്ടറുടെ എന്ത് ബോറായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എഡിറ്റിങ് ഒരു ബോർ എഡിറ്റിംഗ് ആണ് ഇതിനകത്തൊക്കെ. ഇതേപോലത്തേക്കുള്ള എഡിറ്റിംഗ് എങ്ങനെ ചെയ്ത് വെക്കുന്നത്? എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് നവീൻ നൂലിയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. എന്തോ ബോർ എഡിറ്റിംഗ് ആണെന്നറിയോ. ഇതിനകത്ത് പവൻ കല്യാണിൻ്റെ ഒരു ഫസ്റ്റ് ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിനകത്ത് പുള്ളി ഫൈറ്റ് ചെയ്യുവാന്ന് തോന്നില്ലെങ്കിലും വേണം. പുള്ളിക്കാരനെ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞാൽ കാല് കാണിക്കുക, കൈ കാണിക്കുക, കണ്ണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഒരാളെ അടിക്കുമ്പം ഗ്ലാസ് തെറിച്ചു പോകും. ഗ്ലാസ് കറങ്ങി പോകുമ്പം ആ ഗ്ലാസ്സിനകത്തൂടെ കണ്ണ് കാണണം. അങ്ങനെയാണ് പുള്ളിയുടെ ആ ഒരു ഫൈറ്റ് കാണുക. അങ്ങനെയൊക്കെയുള്ള എഡിറ്റിങ്. അയാൾ പുള്ളി ഫൈറ്റ് ചെയ്യുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. പുള്ളി ചുമ്മാ വാളും കൊണ്ട് വെട്ടുന്നത് മാത്രമേ കാണിക്കുന്നു. ആ വാളും കൊണ്ട് വെട്ടുന്നത് ആരെയാണെന്നോ ഒന്നും കാണിക്കുന്നില്ല. എനിക്കൊന്ന് വാളും കൊണ്ട് വെട്ടുന്നത് വേറെ എങ്ങാണ്ട് വെച്ച് വെട്ടുന്ന എടുത്ത് കാണിച്ചിട്ട് ഈ ആൾക്കാർ തെറിച്ച് പോകുന്നത് വേറെ രീതിയിൽ എടുത്തേക്കുന്നത്. അങ്ങനെ എഡിറ്റിംഗ് ആയിട്ടേ തോന്നത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറെ ഒരു ഉണ്ട്. ഇയാൾ വെട്ടിക്കൊണ്ടിരിക്കുമ്പം ഗ്ലാസ്സിനകത്ത് ചോര തെറിക്കും കേട്ടോ. അത് കാണിച്ചേക്കുന്നത് കണ്ട് ഇങ്ങനെയാണേ കാണിക്കുന്നത്. ഇതിനകത്ത് രക്തം വീഴുമ്പോൾ ഇയാൾ തുടച്ചാണ്ടേ ഒരുത്തനെ കൊന്നിട്ട് എൻ്റെ മണ്ടയിലിട്ട് തുടച്ചിട്ടാണ് ബാക്കി ഫൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കൊപ്രായങ്ങളാണ് കാണിച്ചു വെച്ചേക്കുന്നത്. ഇയാളായിട്ട് തോന്നുന്നില്ല. പിന്നെ എനിക്ക് മെയിൻ ഇയാളെ കുംഫു ആണല്ലോ. കുംഫു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആക്ഷൻ ഡയറക്ടറുടെ പേര് പറയാൻ മറന്നുപോയി. ആക്ഷൻ ഡയറക്ടർ ആരാ ചെയ്തേക്കുന്നത്? പീറ്റർ ഹെയ്ൻ. പണ്ടേ ഫീൽഡ് ഔട്ടായി പോയ പീറ്റർ ഹെയ്നെ വിളിച്ചിട്ട് വന്ന് വീണ്ടും ഫീൽഡ് ഔട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുംഫു ആകുമ്പോൾ പുള്ളിക്കാരൻ്റെ കുറച്ച് ഷോട്ടുകളുണ്ട്. അടി കൂടിക്കൊണ്ടിരിക്കുമ്പം ഇതെന്തോന്നറിയാമല്ലോ, നഞ്ചക്കം വെച്ച് കുറച്ച് പുള്ളിക്കാരൻ ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം അടിച്ചിട്ട് ഇവിടെ കയറ്റിയില്ലെങ്കിൽ, അതായത് ഈ സാധനം ഇങ്ങനെ കയറ്റിയില്ലെങ്കിൽ തലയെ കൊണ്ടുവന്ന് അടിച്ച് ചിലപ്പം അടിക്കുന്നത് തന്നെ ആയിരിക്കും മെഡിക്കൽ കോളേജിൽ പോകുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഈ സാധനം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അടിക്കുന്നൊന്നും കാണിക്കുന്നില്ല. നമ്മൾ RDXനകത്തൊക്കെ അതുപോലത്തെ ഫൈറ്റ് കാണിക്കുന്നുണ്ട്. എന്ത് നല്ലതായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ 7 എഴുത്ത് പോകാത്ത കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്നുവെച്ചാൽ ഒരു രീതിക്കും കൊള്ളത്തില്ലേ, അടിക്കുന്നതായിട്ട് തോന്നില്ല. പിന്നെ മെയിൻ ഒരു വെപ്പണാണ് ഇയാളുടെ ഒരു കാര്യം വന്ന് വാച്ചിൻ്റെ കാര്യം. ഈ വാച്ചാണെങ്കിൽ സാധാരണ നമ്മൾ കയ്യിലെ വാച്ച് കിട്ടുന്നത്. ഇയാളാണെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ വാച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇയാളുടെ വേറൊരു ഹോബീസ്. പിന്നെ വേറൊരു വെപ്പണുണ്ട്. ഇതാണ് വേറൊരു വെപ്പൺ. അങ്ങനെ പിന്നെ ഉള്ള വെപ്പൺ എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ട് ഒരു ഷൂട്ട് ചെയ്യാൻ പോലും ആ ഒരു പെർഫെക്ഷൻ പോലും ഇല്ലാതെ ചുമ്മാ ഷൂട്ട് ചെയ്യുന്നത് എന്തൊക്കെയോ കാണിച്ചു വെച്ചേക്കും. അത് എങ്ങനെയൊക്കെ എഡിറ്റിംഗ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ എവിടെ നോക്കി എഡിറ്റ് ചെയ്തെന്ന് അറിഞ്ഞൂടാ. ഒരു ഫൈറ്റിനകത്ത് ഒരാളെ ഇങ്ങനെ കുത്തി നിർത്തി വെച്ചേക്കുവാന്നേ. നിർത്തി വെച്ചിട്ട് പക്ഷേ അത് നമുക്കറിയാൻ പറ്റും. അടുത്ത് വരെ വന്നിട്ട് ഇയാൾ ഇത് പിടിച്ച് ആ ഒരു കത്തി പിടിച്ചിട്ട് വേറൊരാളെ വെട്ടുന്ന കാണിക്കുന്നത്. അപ്പോഴേ നമുക്ക് ഇപ്പോഴേ വലിച്ച് ഊരിയിട്ട് വെട്ടിയാലും ഇയാളുടെ കുത്തിയ കത്തി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു എഡിറ്റിംഗ് ഇതിനകത്ത് മോശമായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കൊക്കെ മഹാമോശം. ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. രവിക്ക് ചന്ദ്രനും മനോജ് പരമഹംസയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. ഇതിന് വേറൊരു കാര്യം പറയാൻ പറ്റുമോ? ഇതിനകത്ത് മലയാളിയായിട്ടുള്ള സുദേവ് ഉണ്ട്. ഒരു മലർവാണം വില്ലൻ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മലർവാണ ഡിസാസ്റ്റർ പിന്നെ
ഒരു പടമായിട്ടാണ് എനിക്ക് ഈ ദേ കാൾ ഹിം ഓജി തോന്നിയിട്ടുള്ളത്. എനിക്ക് ഒരു രീതിയിലും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അർജുൻ ദാസിനെയൊക്കെ പ്രകാശ് രാജ് ഉണ്ട്, അർജുൻ ദാസിനെയൊക്കെ കൊണ്ടുപോയി വെറുതെ കോമാളി തരം കാണിച്ചു വെച്ചിട്ടുണ്ട്. അർജുൻ ദാസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അർജുൻ ദാസിൻ്റെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോമഡിയാണ്. എന്തുവരെ നിങ്ങളത് കണ്ടു നോക്കിയോ. ഒരു രീതിയിലും എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാത്ത സിനിമ. 2.5 മണിക്കൂർ എങ്ങാനുണ്ട് ഈ പടം. ഇരുന്ന് ചന്തി കഴിച്ചത് മെച്ചം. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ഒരു രീതിയിലും എടുത്ത് പറയേണ്ട ഒരു സീൻ പോലും എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.